بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാലത്തിൻ വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, വിശിഷ്ട അതിഥികളെ, ലേൺ ദി ഖുർആൻ പഠിതാക്കളെ, പഠനത്തിൽ മികവ് കാണിച്ച് സമ്മാനാർഹരായി തീർന്ന യുവാക്കളെ, യുവതികളെ, സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഏറ്റവും നല്ല ഒരു ഒരുമിച്ച് കൂടലാക്കി അല്ലാഹുവിങ്കൽ സ്വീകാര്യമായൊരു പ്രവർത്തനമാക്കി തീർക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുകയും വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് അറിയുകയും അതിന് പഠിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകളെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഇരുലോകത്തും ആദരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനോട് നാം കാണിച്ചു കൊണ്ടിരിക്കുന്ന ആദരവും സ്നേഹവും ഇഷ്ടവും ആ ഖുർആനെ പിൻപറ്റുന്നതിന് കാണിക്കുന്ന മാനസികാവസ്ഥയും നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ നമ്മുടെ പാപങ്ങൾ പുറത്ത് സംശുദ്ധരാക്കിക്കൊണ്ട് സ്വർഗ്ഗലോകത്ത് പ്രവേശിപ്പിക്കുന്നതിന് കാരണമാക്കി തീർക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സത്യമായ വാക്കുകളാകുന്നു. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സന്ദേശമാകുന്നു നമുക്കേവർക്കുമുള്ള. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിയമ വ്യവസ്ഥകളാകുന്നു. അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ പ്രകാശമാകുന്നു വിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ മുഴുവൻ മനുഷ്യരെയും സ്വർഗപ്രവേശനത്തിന് വേണ്ടിയുള്ള ഒരു സന്ദേശം ആയിക്കൊണ്ട്, സന്മാർഗ സന്ദേശമായിക്കൊണ്ട് അറിയിച്ചിട്ടുള്ള സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. ഈ നിയമവ്യവസ്ഥകൾ നാം എല്ലാവരും അള്ളാഹുവിൻ്റെ കരുണ എന്ന നിലയിൽ മനസ്സിലാക്കുകയും അറിയുകയും സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിത മനസ്സ് അതിനനുസരിച്ച് കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്നതാകുന്നു വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥമായ ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള വെളിച്ചവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന സത്യത്തിൻ്റെയും സനാതന മൂല്യങ്ങളുടെയും നിറവിൽ കാണിക്കപ്പെട്ടിട്ടുള്ള സന്മാർഗ ദർശനം അത് നമുക്ക് പിൻപറ്റാൻ സാധിക്കുകയാണ് എങ്കിൽ വാസ്തവത്തിൽ അതാകുന്നു വിശുദ്ധ ഖുർആനിൻ്റെ പ്രമേയം. ആ പ്രമേയം അംഗീകരിക്കുകയും അത് പിൻപറ്റി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ തീർച്ചയായും അവർക്കെല്ലാം തന്നെ വിശ്വാസത്തോടുകൂടി അവർ പ്രവർത്തിക്കുകയും അത് സൽക്കർമ്മമായി കൊണ്ട് പ്രവാചക ചര്യയോട് അനുബന്ധമായി കൊണ്ടായിത്തീരുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിത്യമായ നിതാന്തമായ നിരന്തരമായ സ്വർഗ പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള
അവസരം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നു. ഇതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്തോഷ വാർത്ത. നേരെ മറിച്ച് ഏതെങ്കിലും കാരണവശാൽ ഈ സത്യസന്ദേശത്തിൽ നിന്ന് തെറ്റിമാറുകയോ അലസരാവുകയോ അശ്രദ്ധരാവുകയോ തിരിഞ്ഞു കളയുകയോ ചെയ്യുന്ന പക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും രക്ഷയില്ലാത്ത വിധത്തിലുള്ള നിത്യമായ നരകത്തിൽ തന്നെ അവർ പ്രവേശിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന പ്രമേയം. ഇത് ഒരു ചാൻസ് മാത്രമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കാനിരിക്കുന്ന ഒരു ഒറ്റ ചാൻസ്. ജീവിത പരീക്ഷ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു ചാൻസ് ഇല്ല, ബെറ്റർമെൻറ്റിനൊരു അവസരമില്ല. ഇനി അതല്ല, ഒരു ചാൻസും കൂടി എഴുതിയിട്ടൊന്ന് നന്നായി രണ്ടാം ചാൻസിൽ പാസ്സാകാം എന്ന് പറഞ്ഞാൽ അതിന് സാധ്യമല്ല. ഒരു ചാൻസുള്ള ജീവിതം. ഈ ഒരൊറ്റ ചാൻസ് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അറിയേണ്ടുന്ന വിധത്തിൽ അറിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്മാർഗത്തെ അറിയേണ്ടുന്ന വിധത്തിൽ ുകയും ചെയ്തുകൊണ്ട് പിൻപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം, നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതൊരു ചാൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടി സാവകാശം സമയം നീട്ടിക്കൊണ്ട് കുറച്ച് കഴിയട്ടെ, പിന്നീടാകട്ടെ എന്ന വിചാരത്തോടുകൂടി ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും നഷ്ടക്കാരും നരകക്കാരും ആയിത്തീരുമെന്ന മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആൻ നിരവധി തവണ നമ്മളോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. മനുഷ്യലോകത്തോട് പറയുന്നുണ്ട്. ഇവിടെ ുള്ള ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും അതല്ല യഹൂദികളോടും മറ്റെല്ലാ മതസ്ഥരോടും എന്നതുപോലെ മുസ്ലിങ്ങളോടും ആവർത്തിച്ച് പറയുന്നു, ഈ ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് വലിയ അസുലഭമായ ഒരു അവസരമാകുന്നു ജീവിതം എന്ന് പറയുന്നത്. ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത് ഇത് പരീക്ഷണമായിക്കൊണ്ടാണ്. ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നോക്കാൻ. നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അത് മാത്രമാകുന്നു നല്ലത്. അതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യത്തെയും സംബന്ധിച്ച് നമുക്ക് നല്ലത് എന്ന് പറയാൻ സാധ്യമല്ല. ഇത് വ്യക്തമാണ്. ഇതിൽ യാതൊരു വിധത്തിലുമുള്ള സന്ദേഹത്തിൻ്റെ പക്ഷമില്ല. നാം മനസ്സിലാക്കേണ്ടതാകുന്നു. ഇത്രമാത്രം ഗൗരവതരമായ ഒരു സന്ദേശം അതറിഞ്ഞിട്ട് അറിയാത്ത വിധത്തിൽ നടക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ. അത് സാധ്യതയുള്ള ആളുകൾ, സന്നിഹിതരായ ആളുകൾ സന്നിഹിതരല്ലാത്ത ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം പാലിക്കുന്നതിന് വേണ്ടി നാം നിവർത്തി വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അതാണ് ലേൺ ദി ഖുർആൻ. നമുക്ക് കഴിയുന്ന വിധത്തിൽ എല്ലാ ആളുകൾക്കും ഏതൊക്കെ വിധത്തിൽ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമോ അത് വാസ്തവത്തിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. നരകത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നരകത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുകയും സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന പ്രവർത്തനമാകുന്നു വിശുദ്ധ ഖുർആനിലേക്കുള്ള ക്ഷണം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും സ്വർഗത്തിലേക്കുള്ള മാർഗം തെളിയിച്ചു കൊടുക്കലാകുന്നു. വാസ്തവത്തിൽ ഈ ലേൺ ദി ഖുർആനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. കാരണം ലേൺ ദി ഖുർആൻ്റെ പഠിതാക്കൾ. ലേൺ ദി ഖുർആൻ ഇന്ന് സാർവത്രികമാണ്. 2000 ആണ്ടിൽ അഥവാ 16 വർഷങ്ങൾക്ക് മുമ്പ് നാം സൂറത്തുൻ നാസ് പഠിക്കാൻ ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ എല്ലാ പരീക്ഷകളിലും സംബന്ധിക്കുകയും പഠിക്കുകയും വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മഹാനുഭാവികളാണ് ഈ സദസ്സിൽ കൂടിയിട്ടുള്ള ഭൂരിപക്ഷം ആളുകളും. ലോകപ്രശസ്തമായ തഫ്സീറുകളുടെ കൂട്ടത്തിൽ അമാനി മൗലവിയുടെ പരിഭാഷ എന്ന് പറഞ്ഞാൽ എല്ലാ പരിഭാഷകളുടെയും നന്മകൾ മാത്രം, ശരിയായത് മാത്രം സംക്ഷിപ്തമായ നിലയിൽ സ്വീകരിക്കുകയും അതിനെ മാത്രം അതിൻ്റെ മജ്ജയായ തഫ്സീറുകളുടെ സത്ത നമുക്ക് എന്ന് പറയാവുന്ന വിധത്തിൽ മലയാള ഭാഷയ്ക്ക് അനുഗ്രഹമായി കൊണ്ട് ലഭിച്ച ഏറ്റവും നല്ല അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറുൽ ഖുർആൻ. ഈ തഫ്സീർ എങ്ങനെയെങ്കിലും മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ മലയാളികൾ അതല്ല ഇത് മനസ്സിലാക്കുന്നവർ ഖുർആൻ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, കർമ്മം പഠിക്കുന്നു, ചരിത്രം പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, അതല്ല ഇസ്ലാം മതത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ കൃത്യമായ ഒരു വീക്ഷണം ഉണ്ടാകുന്നതിന് ഇതൊരൊറ്റ ഗ്രന്ഥം മാത്രം മതിയാകുന്നതാണ് എന്ന് പഠിതാക്കൾ എല്ലാവരും തന്നെ കണ്ടറിഞ്ഞതാകുന്നു. മുഹമ്മദ് അമാനി മൗലവിയുടെ ഗ്രന്ഥമാണ് നമ്മൾ പാഠഭാഗമാക്കി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അന്ന് ഈ പാഠഭാഗം സൂറത്തുൻ
നാസ് ആരംഭിക്കുന്നത് മുതൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 16 വർഷം നാം പിന്നിടുമ്പോൾ ഇന്ന് സൂറത്ത് ബക്കറയിലേക്ക് നാം കടന്നിരിക്കുന്നു. സൂറത്ത് ബക്കറ 2 ഭാഗമാക്കിക്കൊണ്ട് 16ഉം 17ഉം പാഠമാക്കിക്കൊണ്ട് നിങ്ങളുടെ കൈകളിലെത്തിയത് നിങ്ങളെല്ലാവരും വായിച്ചു കൊണ്ടിരിക്കുകയാണ്, പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി 2017 വരെ അള്ളാഹു നമുക്ക് അവസരം തരികയാണ് എങ്കിൽ തീർച്ചയായും ഒരു വട്ടം ഖുർആൻ പഠിക്കുന്നതിനുള്ള മഹാഭാഗ്യമാണ് ഈ പഠിതാക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഒരാവർത്തിച്ച് വായിക്കാൻ, ഒരാവർത്തിച്ച് ഉള്ളറിഞ്ഞ് മനസ്സിലാക്കാൻ, വളരെ അടുത്ത നിലയിൽ വളരെ ആഴത്തിൽ പരപ്പോടുകൂടി ഖുർആനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണ് ലണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്നതിലുപരി അതിനെ സംബന്ധിച്ച് തദബ്ബുർ ചെയ്യുക. അഫലായ തദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ എന്തുകൊണ്ട് ഈ ഖുർആനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കുന്നില്ല? ഇതിൻ്റെ വിധികളെ സംബന്ധിച്ച്, ഇതിൻ്റെ കാര്യത്തെയും കാരണത്തെയും സംബന്ധിച്ച്, ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, അള്ളാഹു എന്താണ് വിശുദ്ധ ഖുർആനെ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് തദബ്ബുറുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിൻ്റെ യഥാർത്ഥ പഠനത്തിലൂടെ അർത്ഥവും ആശയവും അതിൻ്റെ കാമ്പും മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അമാനുഷികതകളെ അറിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാൻ്റെ വാക്കുകളാണ്, ഇത് എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കേണ്ടതാണ് എന്ന് വിശ്വാസത്തോടുകൂടി, ഭയത്തോടുകൂടി, ഭക്തിയോടുകൂടി, ആദരവോടുകൂടി വിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്ന ഒരാൾ വാസ്തവത്തിൽ അയാൾ തദബ്ബുർ നടത്തുന്നവനാകുന്നു. ആ തദബ്ബുർ നടത്തലാകുന്നു വാസ്തവത്തിൽ ഈ വിശുദ്ധ ഖുർആൻ, ലേൺ ദി ഖുർആൻ കൊണ്ട് നാം ഉദ്ദേശിച്ചത്. ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഗ്രന്ഥം എന്ന നിലയിൽ കെട്ടിപ്പൂട്ടി ഒരു ഭാഗത്ത് വയ്ക്കുകയും നിത്യജീവിതത്തിൽ പാരായണം ചെയ്യുന്നതിനും വായിക്കുന്നതിനും ബർക്കത്തെടുക്കുന്നതിനും മറ്റ് പല ഗ്രന്ഥങ്ങളും വേദങ്ങളും വാക്യങ്ങളും പാട്ടുകളും ബെയ്ത്തുകളും മാലകളും നൂലാമാലകളും അത് കെട്ടിക്കുടുങ്ങി ജീവിതം കഴിഞ്ഞു പോയ ഒരു സമൂഹത്തെ വിശുദ്ധ ഖുർആൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരലായിരുന്നു മുഹമ്മദ് അമാനി മൗലവി രചിച്ച ഗ്രന്ഥം കൊണ്ട്, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥം കൊണ്ട് സാധ്യമായത്. വാസ്തവത്തിൽ പ്രവാസികളായ ആളുകൾക്ക്, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ഈ സന്ദേശം എത്തിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് നമുക്കുള്ളത്. ഇവിടെ ലക്ഷോപലക്ഷം മലയാളികൾ തന്നെ തിങ്ങി താമസിക്കുന്ന ഈ റിയാദിൽ അല്ലെങ്കിൽ ഈ സൗദി അറേബ്യയിൽ 10,000-കണക്കിനോ 1000-കണക്കിനോ ആളുകൾക്ക് എത്തിച്ചു എന്നത് നമുക്ക് ഒരു സായുജ്യമടയാനുള്ള സംഗതിയായിക്കൊണ്ട് ഞാനിവിടെ പറയുകയില്ല. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ഒരുക്കിയിട്ടുള്ള സംവിധാനം അത് എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ളതാണ്, എല്ലാവർക്കും എത്തിക്കാൻ പോന്നതാകുന്നു. എത്രമാത്രം ആളുകൾക്ക് ഏതെല്ലാം വിധത്തിൽ ഖുർആൻ പഠിക്കുന്നതിന് ആവശ്യങ്ങളുണ്ടോ അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ലേൺ ദി ഖുർആനിലൂടെ നാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഉത്തമവും ഉത്കൃഷ്ടവും ഉദാത്തവുമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി അതാകുന്നു നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ആളുകളെയും ആത്മാർത്ഥമായി കൊണ്ട് ഖുർആൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരലാകുന്നു ലേൺ ദി ഖുർആൻ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ലേൺ ദി ഖുർആൻ എന്നത് വാസ്തവത്തിൽ അതൊരു പ്രഖ്യാപനമാണ്, അതൊരു സന്ദേശമാകുന്നു. ഖുർആൻ പഠിക്കുക എന്നത് ആ ഒരു വാക്ക് അത് വായിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ സന്ദേശം വാസ്തവത്തിൽ ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഖുർആൻ പഠിക്കാനുള്ളതാണ്, ഖുർആൻ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതാകുന്നു, ഖുർആൻ എന്നിട്ട് അതിനുശേഷം നാം പ്രചരിപ്പിക്കാനുള്ളതാകുന്നു എന്ന സന്ദേശമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. വ്യത്യസ്ത നിലവാരങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ട ഖുർആൻ പഠന സംവിധാനങ്ങൾ നമ്മളിലുണ്ട് എന്ന കാര്യമാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. റിയാദിൻ്റെ ഭാഗങ്ങളിൽ ഈ 2000-ൽ നാം ആരംഭിച്ച ഈ സന്ദേശ പ്രചരണം വാസ്തവത്തിൽ വർഷങ്ങൾ കടന്നതോടുകൂടി റിയാദിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കും സൗദി അറേബ്യയിലെ 40-ലധികം പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കും അത് എത്തിപ്പെട്ടു. പരീക്ഷാ കേന്ദ്രങ്ങൾ പഠന കേന്ദ്രങ്ങളായി ചർച്ചകളുണ്ടായി, സെമിനാറുകളുണ്ടായി, ചോദ്യങ്ങളുണ്ടായി, ഉത്തരങ്ങളുണ്ടായി. അതുമാത്രമല്ല വിശുദ്ധ ഖുർആൻ പഠനം എന്നത് അതൊരു ചർച്ചയായി തീർന്നു. സാർവത്രികമായ നിലയിൽ ഖുർആൻ ചർച്ചയായി തീരുക, ഖുർആൻ ഒരു മാർഗമായി തീരുക, ഖുർആൻ നമ്മുടെ ലക്ഷ്യമായി തീരുക, ലക്ഷ്യത്തിലേക്ക് കാണുന്ന വെളിച്ചമായി തീരുക, ഇതാകുന്നു വാസ്തവത്തിൽ നാം ഉദ്ദേശിച്ചത്. ആളുകളുടെ ശ്രദ്ധ, ജനങ്ങളുടെ ശ്രദ്ധ ഖുർആനിലേക്ക് കൊണ്ടുവരികയും എല്ലാവർക്കും ഖുർആൻ പഠിക്കാനും അത് മുഖേന നേട്ടങ്ങൾ കൈവരുവാനും പരലോകത്ത് ലക്ഷ്യത്തിലേക്ക് യഥാർത്ഥ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും സാധിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ലക്ഷ്യം അവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഇവിടെ സ്ത്രീകൾക്ക് ഖുർആൻ പഠിക്കുന്നതിന് സംവിധാനങ്ങൾ
സൗകര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ഖുർആൻ വായിക്കുന്നതിന്, അതെല്ലാം അതിൻ്റെ അർത്ഥം അറിയുന്നതിന്, മനഃപ്പാഠമാക്കുന്നതിന്, തഫ്സീർ അറിയുന്നതിന് പ്രത്യേകം ക്ലാസ്സുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ക്ലാസ്സുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി ഖുർആനിന് പ്രത്യേകം ക്ലാസ്സുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. സ്കൂൾ പഠനം തടസ്സപ്പെടാത്ത വിധത്തിൽ ഖുർആൻ കുട്ടികൾ ഹിഫ്ളായി കൊണ്ട് തന്നെ പഠിക്കുകയും എന്നിട്ട് ഹിഫ്ള് പഠിക്കുന്നതിലൂടെ ഖുർആനിൻ്റെ പാരായണം നിയമങ്ങളും ഖുർആൻ പാരായണവും അർത്ഥവും ആശയവും ഉള്ളടക്കവും പഠിക്കുന്നതിനുള്ള സംവിധാനം നാം ലേൺ ദി ഖുർആനിൻ്റെ തണലിൽ തുടങ്ങിയിരിക്കുന്നു. ഈ സന്ദേശം എല്ലാ ആളുകളും അറിയണം. അറിയാത്ത ആളുകൾക്ക് അറിയുന്ന ആളുകൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ഇതിനിടയിൽ പറയുകയാണ്, വാസ്തവത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച ഇതേ സദസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ലേൺ ദി ഖുർആൻ പഠിക്കുന്ന കുട്ടികളെ ആദരിക്കുന്ന ഒരു സദസ്സുണ്ടായി. അവിടെ വെച്ചുകൊണ്ട് 1 വർഷം ഖുർആൻ പഠിച്ച കുട്ടികൾ, 1 വർഷം ഖുർആൻ ഹിഫ്ളാക്കിയ കുട്ടികൾ, അഥവാ 1 വർഷം കൊണ്ട് പൂർണ്ണമായി ഖുർആൻ ഹിഫ്ളാക്കിയ കുട്ടികളും പൂർണ്ണമല്ലാതെ 2ാം വർഷത്തേക്ക് കടന്നിട്ടുള്ള കുട്ടികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഒരു വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാന മത്സരം നടത്തുകയുണ്ടായി. ഖുർആൻ്റെ വിജ്ഞാന മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ നിന്നുള്ള അതിൻ്റെ അവതരണ കാരണങ്ങളും അതിൻ്റെ പാരായണ നിയമങ്ങളും അതിൻ്റെ മനഃപ്പാഠവും അർത്ഥവും ആശയവും എല്ലാം കുട്ടികളോട് വിശദമായി ചോദിച്ച ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ചില ആളുകൾ ഒരു ഊഹം ഉന്നയിച്ചു. അഥവാ നിങ്ങളിത് നേരത്തെ കാലത്തെ കൂട്ടി പഠിപ്പിച്ചു വെച്ച കാര്യങ്ങളാണ് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അവർ തത്തമ്മേ പൂച്ച എന്ന് പറയുന്നത് പോലെ തിരിച്ചു പറയുന്നതിൽ എന്തർത്ഥമുണ്ട് എന്ന് ഒരു സംശയം ഒരാൾ ഉന്നയിച്ച സമയത്ത് ഞാൻ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിഫ്ളാക്കിയിട്ടുള്ള കുട്ടികളോട് നിങ്ങൾ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആൻ തുറന്നുകൊണ്ട് അതിൽ നിന്നുള്ള എന്ത് ചോദ്യവും ധൈര്യമായിട്ട് ചോദിക്കാൻ തയ്യാറുള്ളവരാരുണ്ട്, മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞ സമയത്ത് ആളുകൾക്ക് സംശയമായി. അങ്ങനെ ചോദിച്ച് കുട്ടികളെ നാണം കെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് മൗനം ദീക്ഷിച്ചു. പക്ഷേ നിർബന്ധിച്ചപ്പോൾ പല ആളുകളും മുന്നോട്ട് വന്നു. പത്രത്തിൻ്റെ ആളുകളും റിപ്പോർട്ടുകാരും മുന്നോട്ട് വന്നുകൊണ്ട് കുട്ടികളോട് ചോദ്യം ചോദിച്ചു. മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുട്ടികൾ ഗൃഹകൃത്യമായിക്കൊണ്ട് അവതരണ കാരണങ്ങളും ഖുർആൻ്റെ ആശയവും അർത്ഥവും അതെല്ലാം ഉദ്ദേശവും ഉദ്ധരിച്ചുകൊണ്ട് മറുപടികൾ പറയുകയുണ്ടായി. ആ സമയത്ത് പല ആളുകൾക്കും ചോദ്യം ചോദിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞവരോട്, നിങ്ങൾ ഖുർആൻ ഖുർആൻ തുറന്നു പഠിക്കുക. ഇഷ്ടമുള്ള ഭാഗം, അഥവാ 603 പേജുകളുള്ള 6236 ആയത്തുകളുള്ള വിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്നു വെച്ചുകൊണ്ട് കയ്യതുമേലൊന്ന് തൊട്ട്, എന്നിട്ട് ഏതെങ്കിലും ഒരു ആയത്തൊന്ന് തൊട്ട് കാണിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആശയം എന്താണ് എന്ന് ഈ ഇരിക്കുന്ന കുട്ടികളോട് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം നിങ്ങളൊന്ന് കാണേണ്ടതാണ്. ആ അവസരങ്ങൾ കുട്ടികളെല്ലാറ്റിനും കൃത്യമായിക്കൊണ്ട് മറുപടി പറഞ്ഞു. ആളുകൾക്ക് ആർക്കും സംശയമില്ല. ഖുർആനുമായിക്കൊണ്ട് നമ്മുടെ വളണ്ടിയർമാർ ജനങ്ങളിലേക്ക് ഇറങ്ങി പല ആളുകളും ഖുർആൻ തുറന്നു, ഇഷ്ടമുള്ള പേജ് തുറന്നുകൊണ്ട് കാണിച്ചു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഖുർആൻ പഠനത്തിൻ്റെ മികവല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. 9 വയസ്സുള്ള 10 വയസ്സുള്ള 11 വയസ്സുള്ള കുട്ടികൾ 1 വർഷം കൊണ്ട് ഖുർആനും അതിൻ്റെ ആശയവും പഠിക്കുമ്പോൾ അത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ 63, 65, 70 വയസ്സുള്ള ആളുകൾക്ക് ജീവിതത്തിൽ ഇന്നേ വരെ സാധിച്ചിട്ടില്ലാത്ത സിദ്ധികൾ സാധ്യമായി തീരുന്നത് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സന്ദേശം ബാക്കിയുള്ള ആളുകളിലേക്കും എത്തേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ, നമ്മൾ 10, 20, 30 വർഷം വിദ്യാഭ്യാസം നൽകിയിട്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതൊന്ന് തീർത്തും തികച്ചും അക്ഷരത്തെറ്റ് കൂടാതെ പറയാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളതെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ എന്തിന് ഡോക്ടർമാർ, എന്തിന് എഞ്ചിനീയർമാർ, എന്തിന് വലിയ മികവുള്ള വലിയ ആളുകൾ എന്ന് പറഞ്ഞിട്ട് നാം ഇത്രമാത്രം കോടിക്കണക്കിന് ചെലവിടുന്നു. മനസ്സിലാക്കേണ്ടതുണ്ട്, ഏത് വിദ്യാഭ്യാസത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ഒരു മുസ്ലിമാണ് അത് ചെയ്യുന്നത് എങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. അതില്ലെങ്കിൽ നാം പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ അവർ വലിയ ആളുകളായി തീർന്ന് വലിയ ഉയരങ്ങളിലേക്ക്, ഹിമാലയങ്ങളിലേക്ക് കയറിപ്പോകും. പക്ഷേ പ്രാഥമികമായി അള്ളാഹുവിനോടുള്ള ബാധ്യത, മാതാപിതാക്കളോടുള്ള ബാധ്യത, ചുറ്റുവട്ടത്തോടുള്ള ബാധ്യത, സമൂഹത്തോടുള്ള ബാധ്യത, സ്വന്തം നഫ്സിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന ബാധ്യത അത് മറന്നു പോകും. അതുകൊണ്ട് അത് മറക്കാത്തൊരു സമൂഹമാകട്ടെ നമ്മുടെ മക്കൾ, നാം എല്ലാവരും എന്ന സന്ദേശമാകുന്നു ലേൺ ദി ഖുർആനിന് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത്. ഇന്ന് ഈ ലേൺ ദി ഖുർആൻ്റെ പഠിതാക്കളായിക്കൊണ്ട് സമ്മാനാർഹരായി ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാ ആളുകളെയും ഈ പരീക്ഷയുടെ ഉത്തരവാദി എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ നാമത്തിൽ അവരെ അഭിനന്ദിക്കുന്നു, അവരെ അനുമോദിക്കുന്നു. ഇത് ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു വെളിച്ചമായി തീരട്ടെ. നിങ്ങൾ ജീവിക്കുന്ന ഖുർആനുകളായി ജീവിക്കുന്നതിനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും.
നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നൽകുന്ന സമ്മാനങ്ങൾ, ഈ സമ്മാനങ്ങൾ വളരെ നിസ്സാരമാണ്, തുച്ഛമാണ്. ഈ സമ്മാനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മതിപ്പ് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ നേടേണ്ടത് അള്ളാഹുവിൻ്റെ സ്വർഗമാകുന്നു. അള്ളാഹുവിൻ്റെ സ്വർഗം നേടുന്ന, യഥാർത്ഥ സമ്മാനം നേടുന്ന സത്യവിശ്വാസികളായി നിങ്ങൾ തീരുക എന്നതാണ് ഈ ഖുർആൻ പഠിതാക്കളോട് ഞങ്ങൾക്ക് നൽകാനുള്ള വസിയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നിങ്ങൾക്കും ഞങ്ങൾക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ മനസ്സാന്നിധ്യത്തോടുകൂടി വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ആത്മാർത്ഥതയോടുകൂടി പടച്ച തമ്പുരാൻ്റെ പ്രതിഫലത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള റിയാകളിൽ നിന്നും, ഷിർക്കിൽ നിന്നും, കുഫറിൽ നിന്നും, കിബറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഖുർആനിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ, അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ, അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ അഹ്സാനിനാ വസ്ഹാബ ഹുമൂമിനാ വഗുമൂരിനാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ഹുജ്ജതൻ ലനാ വലാ ഹുജ്ജതൻ അലൈനാ വജഅലിൽ ഖുർആന ശഫീഅനാ വദലീലനാ ഇലാ ജന്നാത്തിൽ ഫിർദൗസ് യാ റബ്ബൽ ആലമീൻ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. ബഹുമാന്യ പണ്ഡിതന്മാരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, ഒരു അധിക പ്രസംഗത്തിന് ഏതായാലും ഉചിതമായ സമയമല്ല. ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് രണ്ട് സന്ദേശങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടുതരാൻ ആഗ്രഹിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ച ഒരു കാര്യം, നമ്മെല്ലാവരും ഏത് കാര്യത്തിനും ലാഭം ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ഈ വേദിയിൽ നിന്ന് ഈ സദസ്സിലുള്ള ആളുകളോട് റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ സംഘടിപ്പിക്കാൻ പോകുന്ന ഒരു ബിസിനസ്സിന് നിങ്ങൾക്ക് മുതൽ മുടക്കൊന്നുമില്ലാതെ അതിൽ പങ്കാളികളാകുവാനും ഒരിക്കലും നഷ്ടം പറ്റാത്ത വമ്പിച്ച ലാഭം കൊയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു അവസരമുണ്ട് എന്നിവിടെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആരും അതിൽ നിന്ന് ഒഴിവാവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണ്? മുതൽ മുടക്കില്ല, ലാഭം ഉറപ്പാണ്, നഷ്ടം പറ്റൂല. പിന്നെന്തിനാണ് നമ്മളത് മുടക്കുന്നത്? അതുപോലെയുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ആ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി, തീർച്ചയായും അല്ലാഹുവിൻ്റെ ഗ്രന്ഥം അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, വ അഖാമുസ്സലാത്ത, നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം പറ്റാത്ത ഒരു കച്ചവടമാണ്, ഒരു ബിസിനസ്സാണ് അവർ ആഗ്രഹിക്കുന്നത്. 1.5 പതിറ്റാണ്ട് കാലമായി റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ പ്രവാസി മലയാളികളെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് സഹോദരങ്ങളെ,
ഇവിടെ നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അത് പഠിക്കുക എന്നുള്ളതാണ് മഹത്തായ ആ ദൗത്യം. അതിന് നിങ്ങളെല്ലാവരും മുന്നോട്ട് വരികയും ഈ വമ്പിച്ച ലാഭം ലഭിക്കുന്ന ഈ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.